നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് അച്ഛൻ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞപ്പോൾ വിക്രം അത് ആകാംക്ഷപൂർവ്വം കേൾക്കുവാണ്. അപ്പോഴാണ് ആ വാർത്ത കേൾക്കുന്നത്. 10,000 വോട്ടുകൾക്ക് വാസവൻ ജയിച്ചു, ശ്രീകാര്യ ശ്രീനിവാസനെ പിന്തള്ളിക്കൊണ്ട്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളും കൂടെ അവതാരക പറയുന്നുണ്ട്. 2 പതിറ്റാണ്ടുകളായി ശ്രീനിവാസൻ ഭരിച്ചിരുന്ന മണ്ഡലമായിരുന്നത്. പക്ഷേങ്കിൽ വരുണ്ട കൊലപാതകവും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ തകർച്ചയ്ക്ക് കാരണം. പിന്നെ അതിനുശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിക്രത്തിനറിയാം. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു? ഗീവറീസിന്റെ കയ്യിൽ നിന്ന് ആ റിമോട്ട് വാങ്ങി TV അങ്ങോട്ട് ഓഫ് ചെയ്യണം. സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു വിക്രത്തിന് ശ്രീനിവാസന്റെ തോൽവി. പിന്നീട് വിക്രം അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, എന്താ വിക്രം, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. വിക്രം പറഞ്ഞു, ഞാനാ അച്ഛ കാരണം, ഞാൻ കാരണമാണ് ശ്രീനി സാർ തോറ്റുപോയത്. ഒത്തിരി എന്നെ സഹായിച്ചിട്ടുള്ള മനുഷ്യനാ. ഒരു പക്ഷേങ്കിൽ എനിക്കിങ്ങനെ ഈ അവസ്ഥ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ശ്രീനി സാർ തോറ്റുപോയില്ലായിരുന്നു പറഞ്ഞു. വിക്രം കരയെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ ചെയ്തു പോയ പാവങ്ങളൊക്കെ ഒന്ന് ഏറ്റു പറയണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. വിക്രം ഒന്നും മിണ്ടിയില്ല. പിന്നീട് അച്ഛൻ വിക്രത്തെയും വിളിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. അങ്ങനെ കുമ്പസാരെ കൊണ്ടെടുത്ത് അച്ഛൻ പോയിരുന്നു. പിന്നീട് വിക്രം തൻ്റെ പാവങ്ങളൊക്കെ അങ്ങനെ അച്ഛനോട് ഏറ്റു പറയുന്നുണ്ട്. താൻ എന്തൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് ഇങ്ങനെ പറയുവാണ്. ഇത്രയും കാലം കൊണ്ട് താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അതെല്ലാം അച്ഛന് ക്ഷമയോടുകൂടി കേട്ടിരിക്കുവാണ്. ഇതേ സമയം വേദയെ കാണാനായിട്ട് പ്ലാന്റേഷൻ മാനേജർ ജോബി വരുവാണ്. അങ്ങനെ വന്ന് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ വന്ന് കഥ തുറന്നു. സാറോ, എന്താ സാറേ കാര്യം? അല്ല വേദ എന്താ ജോലിക്ക് വരാത്ത? എനിക്ക് പനിയാ, ഞാൻ മേരി ചേച്ചിയോട് പറഞ്ഞായിരുന്നല്ലോ. അല്ല വേദയ്ക്ക് എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നല്ലോ. അത് എൻ്റെ കയ്യിൽ നമ്പറില്ലായിരുന്നു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇപ്പം ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അത് വേണ്ട, ഞാൻ മേരി ചേച്ചിയോട് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. പിന്നീട് വേദയോട് അല്ല വേദ എന്താ എന്നോടൊന്ന് ഇരിക്കാൻ പോലും പറയാത്തെ? അത് സാറേ, ഇവിടെ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കുറവാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തീരെ വയ്യ, പനിയുണ്ട്, അതുകൊണ്ട് സാറ് പോയാട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോബിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. വേദ അത് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിക്കുമ്പോൾ ജോബി ചോദിച്ചു, അല്ല മേരി പറഞ്ഞത് വേദയും വിക്രം കൂടെ ഇങ്ങോട്ട് ഒളിച്ചോടി പോന്നാന്നാ. ഒളിച്ചോടി പോന്നാണോ പേടിച്ചോടി പോന്നാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ ചോദിച്ചു, എന്താ സാറേന്ന് ചോദിച്ചു. അല്ല പേടിച്ചോടി പോന്നാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ നാട്ടിലുള്ളവരെ പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ഈ ജോബിനെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. വാസവന്റെ മകൻ വരുണിനെ കൊന്ന കേസിൽ പ്രതിയല്ലേ നിങ്ങളുടെ ഭർത്താവ് വിക്രം. ഒടുവിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒളിച്ചോടി പോന്നല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ ഒരു ഞെട്ടലോടുകൂടി അയാളെ നോക്കുക. ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞതായിരിക്കും നിങ്ങളുടെ മനസ്സിലില്ലേ? ഒരു കൊലപാതകയാണ് നിങ്ങളുടെ ഭർത്താവല്ലേ, കൊലപാതകം ചെയ്താണ് നിങ്ങൾക്ക് ശീലമല്ലേ എന്നൊക്കെ ചോദിച്ചു. വേദ പറഞ്ഞു, സാറേ അതിനകത്ത് വിക്രം നിരപരാധിയാ, വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അധികം വൈകാതെ തെളിയുകയും ചെയ്യും വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ അതോർത്ത് ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന സമയത്തെ അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അതൊക്കെ പറയാം. ഒരു കാര്യം ചെയ്യാം, പനിയൊക്കെ കുറഞ്ഞൊന്ന് ഉഷാറായി കഴിയുമ്പോൾ എൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് വിശദമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. വേദ ഇവിടെ വന്നിട്ട് എന്നെ ഒന്നും ഇരുത്തിയില്ല. പക്ഷെ സാരമില്ല, വേദ അവിടെ വന്നു കഴിയുമ്പോൾ വേദയ്ക്ക് മുന്തിയനും പരിഗണന തന്നെയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് വേദ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. വേദയ്ക്ക് മനസ്സിലായി അതിനകത്ത് ദ്വയാർത്ഥം എന്താന്നുള്ളത്. ഇയാളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. പിന്നീട് ജോബി പറഞ്ഞു, ഈ വീഡിയോ ഞാൻ കാണിക്കില്ല ആരെ, പക്ഷെ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം. എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. അതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വേദ വിളിച്ചു, 1 മിനിറ്റ് സാറേ അവിടെ ഒന്ന് നിന്നേന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വേദയ്ക്ക് പറ്റില്ലല്ലോ, കാരണം ഇവനെ പോലൊരു വഷന്റെ അടുത്ത്. വേദ പറഞ്ഞു, സാറും മുമ്പ് പറഞ്ഞതിൻ്റെ വാക്കുകളുടെ ദ്വയാർത്ഥം എനിക്ക് മനസ്സിലായി. സാർ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല്ല സാറേ. വേദ അങ്ങനെ പെട്ടെന്ന് വീട് തരുന്ന ഒരാളൊന്നുമല്ല. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരെ കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സാറ് കാണിക്കാൻ പറ്റുന്നവരെ കാണിച്ചു, സാറിനെ കൂടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. സാറിന് ഈ വേദയെ ശരിക്കും അറിയത്തില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് വഷളത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് സാർ അറിയും. ഒരു ഒറ്റ തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ സാറിൻ്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിച്ചേനെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്തൊരു ചെറിയ ഭയമൊക്കെ ഉണ്ടായി. പിന്നെ എല്ലാ പെൺകുട്ടികളും പെരുമാറുന്ന പോലെ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ട് വന്നാണ്ടല്ലോ, വേറെ ആരാന്ന് സാറ് ശരിക്കും അറിയുമെന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പം ജോബി പറഞ്ഞു ശരി ആയിക്കോട്ടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒന്ന് പോ സാറേ അവിടുന്ന്, കുറേ ഭീഷണികളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിലപ്പുറം കണ്ടിട്ടാണ് വേദ ഇവിടം വരെ വന്നിരിക്കുന്നത്, പിന്നെയാണ് നിങ്ങളെപ്പോലൊരുത്തന് എന്ന് പറഞ്ഞു. നാണം കെടുത്തി അവിടെ നിന്ന് വിടുന്നേ. കാരണം ജോബിക്ക് തോന്നി ഇവള് ചില്ലറക്കാരിയൊന്നും അല്ലെന്ന്. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ജോബി ചെന്നത്. താൻ പറയുമ്പോൾ ഉടനെ തൻ്റെ ഭീഷണിക്ക് വേദ വഴങ്ങുമെന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും ബലവത്തായതുമില്ല, നാണം കെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ജോബി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അവൻ അങ്ങോട്ട് പറയാണ് വിക്രോ ഗീവർഗീസും ഒക്കെ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ ഗീവർഗീസ് വന്നിട്ട് ചോദിച്ചു ഇതാ അവനല്ലേ ആ പ്ലാന്റേഷൻ മാനേജർ, അവൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു വേദയ്ക്ക് ചിലപ്പോൾ പനിയായതുകൊണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞു. ഇയാളോ എങ്കിൽ ഇന്നൊരു വാൽ നക്ഷത്രത്തോടെ പതിക്കുമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? തോട്ടം തൊഴിലാളികൾ ആരെങ്കിലും മരിച്ചെന്നറിഞ്ഞാൽ പോലും എന്തെങ്കിലും അപകടം ഉണ്ടായെന്നറിഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത അയാളാ ഈ പ്ലാന്റേഷൻ മാനേജർ. എന്നിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണും. വേദയോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ശരി എന്നാ ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് ഗീവർഗീസ് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും വേദ ഇറങ്ങി വന്നു. വേദ അനിയൻകുട്ടിനെ കൈ പിടിച്ചിട്ട് വിക്രത്തിനെ കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ജോബി പ്ലാന്റേഷൻ മാനേജർ ജോബി അങ്ങനെ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തൻ്റെ പടിസൈറ്റിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. അങ്ങനെ പോരുന്ന സമയത്താണ് വഴിക്ക് വെച്ച വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ജോബി വണ്ടി നിർത്തി. ആ സമയത്ത് വിക്രം അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ജോബി ഇങ്ങനെ വിക്രത്തെ ഒന്ന് നോക്കുകയാണ്. ആ സമയം വിക്രം പറഞ്ഞു അല്ല എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഞാൻ വേദയുടെ ഭർത്താവ് വിക്രം എന്ന് പറഞ്ഞു. സാർ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷേ സാറിനെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. പിന്നീട് വിക്രം ചോദിച്ചു അല്ല സാർ ഇന്നലെ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ വേദയ്ക്ക് പനിയാന്നറിഞ്ഞു, അപ്പം അതുവഴി പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ, അല്ലാതെ സാറൊന്നും വേദയോട് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പറഞ്ഞിട്ടൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായി, സാറ് പുണ്യാളനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സാർ എവിടെയാ കയറി ചൊറിഞ്ഞെന്നറിയാവോ? എൻ്റെ ഭാര്യ അവള് ഇന്ന് വരെ അവളുടെ ദേഹത്തൊരു മണ്ണ് വീഴാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇതിനേക്കാളും വലിയ പെരുന്നാൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നിട്ട് പോലും. പക്ഷേ സാർ അവിടെ വന്ന് കയറിയെന്ന് ചൊറിഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബി ആകെപ്പാടെ പേടിച്ചു പോയി. അല്ല സാർ ഏതോ ഒരു വീഡിയോ ഒക്കെ കാണിച്ച് എൻ്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടല്ലോ, അതേത് വീഡിയോ ആയിരുന്നു സാറേന്ന് ചോദിച്ചു. അല്ല അത് ആ ഫോൺ ഇങ്ങോട്ട് കാണിക്കാൻ പറഞ്ഞു. ഉടനെ ഫോൺ എടുത്ത് ആ വീഡിയോ കാണിക്കണം. ഓ അപ്പം ഈ വീഡിയോ ആണല്ലേ. സാറേ ഒരു കാര്യം സാറ് മനസ്സിലാക്കണം, ഈ വീഡിയോ കൊണ്ടൊന്നും അങ്ങനെ തളർന്നു പോകുന്ന ആൾക്കാരല്ല ഞങ്ങൾ. പക്ഷേ ഇനി ഈ വീഡിയോ സാർ ആരും കാണിക്കാൻ പോകുന്നില്ല, ഈ ഫോൺ തന്നെ ഞാൻ അങ്ങ് എടുത്തേക്കാൻ പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബി പറഞ്ഞു അയ്യോ വിക്രം അത് വേണ്ട, ഇത് കമ്പനി ഫോണാണ്, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കണേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കണമായിരുന്നു പറഞ്ഞു. താൻ എന്താടോ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞേ എൻ്റെ ഭാര്യയെ തനിക്കൊന്ന് കാണണമെന്ന്, അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്ന പുന്നാര മാഞ്ഞൂര മോനെ, നിനക്ക് എന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ കോളറിനോട് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു നീ ആരാന്ന നിന്റെ ഭാവം, ഇതേ എൻ്റെ പെണ്ണിനെ നോക്കിയാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പോഴാണ് നീ വന്നിട്ട് എൻ്റെ പെണ്ണിനോട് വഷളത്തലമൊക്കെ പറഞ്ഞിരിക്കുന്നത്, അവൾക്ക് നീ വിലയിടുവല്ലേടാന്നൊക്കെ ചോദിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട്. അത് കേട്ടതും മാഞ്ഞൂരാൻ പറഞ്ഞു അയ്യോ വിക്രം എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാനൊരു കൊലപാതകം ചെയ്തിട്ടില്ല, ഇതിനു മുമ്പ് വന്ന കാര്യങ്ങളൊക്കെ കള്ളക്കഥകളൊക്കെ ആയിരുന്നു, അത് അധികം വൈകാതെ തന്നെ തെളിയുകയും ചെയ്യും. പക്ഷേങ്കിലും എൻ്റെ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നിന്നെ ഞാനങ്ങ് തീർക്കും, പിന്നെ നീ പുറലോകം കാണത്തില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം ജോബി മാഞ്ഞൂരൻ പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു. ഈ വിക്രം അത് ചെയ്യും, നിന്നെ തീർത്ത് ഞാൻ ഏതെങ്കിലും കൊക്കയിൽ, ആരും അറിയത്തില്ലാത്ത ഏതെങ്കിലും കൊക്കയിലേക്ക് കൊണ്ട തള്ളൂന്ന് പറഞ്ഞു. അത് വേണോടോ എന്ന് ചോദിച്ചു. അയ്യോ വേണ്ട വിക്രം അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടന്നോണം. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയുടെ പിന്നാലെയോ എൻ്റെ പിന്നാലെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, നീ പിന്നെ പുറലോകം കാണത്തില്ല, നിന്നെ ഞാൻ അങ്ങോട്ട് തീർത്ത് കളയെന്ന് പറഞ്ഞു. ഈ വിക്രത്തിനെ ശരിക്കും നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ, വിക്രം ആരാ എന്താ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചേ. അറിയാമായിരുന്നെങ്കിൽ നീ ഒരു കാരണവശാല് എൻ്റെ നേർക്കും എൻ്റെ ഭാര്യയുടെ നേർക്കും വരില്ലായിരുന്നു. എടാ എൻ്റെ ഭാര്യ അവളെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഇനി മേലാല് ഇത് ആവർത്തിച്ചേക്കരുത്, ഒരു തവണത്തേക്ക് ക്ഷമിച്ചു വിട്ടിരിക്കുന്നു. പിന്നെ അവൾ നിന്നെ കാണാൻ വരും, നീ ആഗ്രഹിച്ച പോലെ തന്നെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക്. പക്ഷെ അവൾ തനിച്ചായിരിക്കില്ല, ഞാനും കൂടെ കാണും. ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം തൽക്കാലത്തേക്ക് സാറ് പോകാൻ നോക്ക്, പിന്നെ അറിയാലോ ഈ വീഡിയോ പ്രചരിപ്പിക്കണം എന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞു.
ഒടുവിൽ പേടിച്ച് പറിച്ച് അയാൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും വിക്രം കാഴ്ച കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.